സംഖ്യാപുസ്തകം 34. യഹോവ പിന്നെയും മോശെയോട് അരുളിച്ചെയ്തത്, ഇസ്രായേൽ മക്കളോട് നീ കൽപ്പിക്കേണ്ടതെന്തെന്നാൽ, നിങ്ങൾ കനാൻ ദേശത്തെത്തുമ്പോൾ നിങ്ങൾക്ക് അവകാശമായി വരുവാനിരിക്കുന്ന ദേശത്തിൻ്റെ അതിർ ഇങ്ങനെ ആയിരിക്കണം. തെക്കേ ഭാഗം സീൻ മരുഭൂമി തുടങ്ങി ഏദോമിൻ്റെ വശത്തുകൂടിയായിരിക്കണം. നിങ്ങളുടെ തെക്കേ അതിർ കിഴക്ക് ഉപ്പുകടലിൻ്റെ അറ്റം തുടങ്ങി ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ അതിർ അക്രബീം കയറ്റത്തിന് തെക്കോട്ട് തിരിഞ്ഞ് സീനിലേക്ക് കടന്ന് കാദേശ് ബർന്നേയയുടെ തെക്ക് അവസാനിക്കണം. അവിടെ നിന്ന് ഹസർ അദ്ദാർ വരെ ചെന്ന് അസ്മോനിലേക്ക് കടക്കണം. പിന്നെ അതിർ അസ്മോൻ തുടങ്ങി മിസ്രയീം തോട്ടിലേക്ക് തിരിഞ്ഞ് സമുദ്രത്തിങ്കൽ അവസാനിക്കണം. പടിഞ്ഞാറോ മഹാസമുദ്രം അതിർ ആയിരിക്കണം. അത് നിങ്ങളുടെ പടിഞ്ഞാറേ അതിർ. വടക്കോ മഹാസമുദ്രം തുടങ്ങി ഹോർ പർവ്വതം നിങ്ങളുടെ അതിരാക്കണം. ഹോർ പർവ്വതം മുതൽ ഹമ്മാത്ത് വരെ അതിരാക്കണം. സെദാദിൽ ആ അതിർ അവസാനിക്കണം. പിന്നെ അതിർ സിഫ്രോൻ വരെ ചെന്ന് ഹസാർ എനാനിൽ അവസാനിക്കണം. ഇത് നിങ്ങളുടെ വടക്കേ അതിർ. കിഴക്കോ ഹസാർ എനാൻ തുടങ്ങി ഷെഫാം വരെ നിങ്ങളുടെ അതിരാക്കണം. ഷെഫാം തുടങ്ങി ആ അതിർ അയ്യീൻ്റെ കിഴക്ക് ഭാഗത്ത് റിബ്ല വരെ ഇറങ്ങിച്ചെന്നിട്ട് കിന്നെരോത്ത് കടലിൻ്റെ കിഴക്കേ കര തൊട്ടിരിക്കണം. അവിടെ നിന്ന് യോർദാൻ വഴിയായി ഇറങ്ങിച്ചെന്ന് ഉപ്പുകടലിങ്കൽ അവസാനിക്കണം. ഇത് ചുറ്റും നിങ്ങളുടെ ദേശത്തിൻ്റെ അതിരായിരിക്കണം. മോശെ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്, നിങ്ങൾക്ക് ചീട്ടിനാൽ അവകാശമായി ലഭിപ്പാനുള്ളതായി യഹോവ 9 ഗോത്രങ്ങൾക്ക് കൊടുപ്പാൻ കൽപ്പിച്ചിട്ടുള്ള ദേശം ഇതുതന്നെ. രൂബേൻ ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും ഗാദ് ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും താന്താങ്ങളുടെ അവകാശം ലഭിച്ചുവല്ലോ. ഈ 2.5 ഗോത്രത്തിന് അവകാശം ലഭിച്ചത് കിഴക്കൻ പ്രദേശത്ത് യെരിഹോവിന് കിഴക്ക് യോർദാൻ അക്കരെയായിരുന്നു. പിന്നെ യഹോവ മോശെയോട് അരുളിച്ചെയ്തത്, നിങ്ങൾക്ക് ദേശം വിഭാഗിച്ച് തരേണ്ടുന്നവരുടെ പേരുകളാവത്: പുരോഹിതനായ എലയാസാരും നൂൻ്റെ മകനായ യോശുവയും. ദേശത്തെ അവകാശമായി വിഭാഗിക്കേണ്ടതിന് നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ പ്രഭുവിനെയും കൂട്ടിക്കൊള്ളണം. അവർ ആരെല്ലാമെന്നാൽ, യഹൂദാ ഗോത്രത്തിൽ യെഫുന്നയുടെ മകൻ കാലേബ്, ഷിമെയോൻ ഗോത്രത്തിൽ അമീഹൂദിൻ്റെ മകൻ ഷെമുവേൽ, ബെന്യാമീൻ ഗോത്രത്തിൽ കിസ്ലോൻ്റെ മകൻ എലീദാദ്, ദാൻ ഗോത്രത്തിനുള്ള പ്രഭു യോഗ്ലയുടെ മകൻ ബുക്കി, യോസെഫിൻ്റെ പുത്രന്മാരിൽ മനശ്ശെയുടെ ഗോത്രത്തിനുള്ള പ്രഭു എഫോദിൻ്റെ മകൻ ഹനീയേൽ, എഫ്രയീം ഗോത്രത്തിനുള്ള പ്രഭു ഷിഫ്താൻ്റെ മകൻ കെമുവേൽ, സെബുലൂൻ ഗോത്രത്തിനുള്ള പ്രഭു പർനാക്കിൻ്റെ മകൻ എലീസാഫാൻ, ഇസഖാർ ഗോത്രത്തിനുള്ള പ്രഭു അസ്സാൻ്റെ മകൻ പൽത്തിയേൽ, ആശേർ ഗോത്രത്തിനുള്ള പ്രഭു ഷെലോമിയുടെ പുത്രൻ അഹീഹൂദ്, നഫ്താലി ഗോത്രത്തിനുള്ള പ്രഭു അമ്മീഹൂദിൻ്റെ മകൻ പെദഹേൽ. ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്ത് അവകാശം വിഭാഗിച്ചു കൊടുക്കേണ്ടതിന് യഹോവ നിയമിച്ചവർ ഇവർ തന്നെ.